യാത്രയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് ഹംപിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് സ്ഥലങ്ങളെക്കുറിച്ചാണ്. ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും മനോഹരമായ ചരിത്ര സ്ഥലങ്ങളിൽ ഒന്നാണ് ഹംപി. തുംഗഭദ്ര നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ആദ്യ തലസ്ഥാനമായിരുന്നു ഇത്. മാതംഗ, മാല്യബന്ധ, ആഞ്ജനേയ കുന്നുകൾ ഈ ചരിത്ര സ്ഥലത്തെ 3 വശങ്ങളിലായി പൊതിഞ്ഞ് മറുവശത്ത് തുംഗഭദ്ര നദി ഒഴുകുന്നു. പുരാതന കാലത്ത് കുരങ്ങുകളുടെ രാജ്യമായിരുന്നു ഹംപി. കിഷ്കിന്ധ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. AD 1336 AD 1565 ഇടയിലാണ് ഈ സ്ഥലങ്ങൾ നിർമ്മിച്ചത്. ക്ഷേത്രങ്ങൾ, കൊട്ടാരങ്ങൾ, മാർക്കറ്റ്, തെരുവുകൾ, സ്മാരകങ്ങൾ എന്നിവയ്ക്ക് പേരുകേട്ടതാണ് ഈ സ്ഥലം. പാറക്കൂട്ടങ്ങൾക്കിടയിലെ മഹാസാമ്രാജ്യം. കല്ലിലെ കൊത്തുപണികൾക്കിടയിൽ എപ്പോഴോ രൂപം കൊണ്ട ഒരു നാട്. ചരിത്രത്തിനും കഥകൾക്കും തമ്മിൽ ഇവിടെ വേർതിരിവ് ഒന്നുമില്ല. കല്ലിൽ കവിത എഴുതിയ നഗരമായ ഹംപി കാഴ്ചക്കാർക്ക് നൽകുന്നത് അളവില്ലാത്ത കാഴ്ചാനുഭവങ്ങളാണ്. എവിടെ തിരഞ്ഞാലുമുള്ള പാറക്കൂട്ടങ്ങളിൽ മഞ്ഞും മഴയും വെയിലും അവശേഷിപ്പിച്ച അടയാളങ്ങൾ തെളിഞ്ഞു കാണാം. എങ്കിലും അവയ്ക്കിടയിൽ കല്ലിൽ ഉയർന്നു നിൽക്കുന്ന ഹംപി ഒരു കാഴ്ച തന്നെയാണ്. എല്ലാം കണ്ടു തീർന്നൊരു മടക്കം എന്നത് അസാധ്യമായതുകൊണ്ട് ഹംപിയിലെത്തിയാൽ തീർച്ചയായും കാണേണ്ട കുറച്ച് സ്ഥലങ്ങൾ പരിചയപ്പെടാം. 1. വിരൂപക്ഷ ക്ഷേത്രം. ഹംപിയുടെ കഥ പറയുമ്പോൾ ആദ്യം പരാമർശിക്കേണ്ട സ്ഥലമാണ് ഇവിടുത്തെ വിരൂപക്ഷ ക്ഷേത്രം. ഹംപിയുടെ ഏറ്റവും പുരാതന ക്ഷേത്രമായ ഇത് തുംഗഭദ്ര നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. 2. ഹസാരെ രാമക്ഷേത്രം. കൊത്തുപണികളുടെ കാര്യത്തിൽ ഇത്രയും സമ്പന്നമായ മറ്റൊരു ക്ഷേത്രവും ഹംപിയിൽ കണ്ടെത്താൻ സാധിക്കില്ല. ഇവിടുത്തെ ഏക രാമക്ഷേത്രം കൂടിയായ ഹസാരെ രാമക്ഷേത്രം കൊട്ടാരവളപ്പിൽ റാണി മന്ദിരത്തിന് സമീപത്ത് സ്ഥിതി ചെയ്യുന്നു. 3. ലോട്ടസ് മഹൽ. താമരകളുടെ ഇതളുകളുടെ ആകൃതിയിൽ നിർമ്മിച്ചിരിക്കുന്ന അതിമനോഹരമായ ഒരു നിർമ്മിതിയാണ് ലോട്ടസ് മഹൽ. ഹംപിയിലെ മറ്റേത് സ്ഥലങ്ങൾ വിട്ടുപോയാലും ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഇടമാണിത്. കമൽ മഹൽ എന്നും ചിത്രകിണി മഹൽ എന്നും ഇതിന് പേരുണ്ട്. 4. വിജയവിഠാല ക്ഷേത്രം. ഹംപിയിലെ മറ്റൊരു പ്രധാന ക്ഷേത്രമാണ് വിഷ്ണുവിനെ വിഠാലനാഥനായി ആരാധിക്കുന്ന വിജയവിഠാല ക്ഷേത്രം. ക്ഷേത്രത്തിൽ പ്രവേശിക്കുമ്പോൾ കാണുന്ന കല്ലിൽ നിർമ്മിച്ച രഥം മുതൽ ഇവിടെ കാഴ്ചകളുടെ ഉത്സവം തുടങ്ങും. തട്ടിയാൽ സംഗീതം കേൾക്കുന്ന തൂണുകളും കൊത്തുപണികളുള്ള ചുവരുകളുമൊക്കെയാണ് ഇവിടുത്തെ ആകർഷണങ്ങൾ. 5. ക്യൂൻസ് ബാത്ത്. ലോട്ടസ് മഹലിനടുത്തായി സ്ഥിതി ചെയ്യുന്ന മറ്റൊരു നിർമ്മിതിയാണ് ക്യൂൻസ് ബാത്ത്. രാജ്ഞിമാരുടെ കുളിപ്പുരയായ ഇവിടെ അവരോടൊപ്പം തോഴിമാർക്ക് മാത്രമാണ് പ്രവേശനം ഉണ്ടായിരുന്നത്. 6. സുവർണരഥം. ഹംപിയുടെ ഐക്കണിക് മാർക്ക് എന്ന് വിളിക്കപ്പെടുന്ന നിർമ്മിതിയാണ് വിഠാല ക്ഷേത്രത്തിലെ സുവർണരഥം. പുതിയതായി ഇറങ്ങിയ 50 രൂപ കറൻസിയിൽ ഈ രഥത്തിൻ്റെ ചിത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ദേവരായ രാജവംശം ഒറീസ പിടിച്ചടക്കിയപ്പോൾ അതിൻ്റെ സ്മരണയ്ക്കായി കൊണാർക്കിലെ സൂര്യക്ഷേത്രത്തിൻ്റെ മാതൃകയിൽ ഇവിടെ ഒരു കൽരഥം നിർമ്മിക്കുകയായിരുന്നു എന്നാണ് വിശ്വാസം. എത്ര കണ്ടാലും മതിവരാത്ത ഹംപിയുടെ കാഴ്ചകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. വീണ്ടും ഇതുപോലുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നതിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.